പേടിക്കാനൊന്നുമില്ല. 2 ദിവസത്തിനകം പോകാം കേട്ടോ. സുനിലിന്റെ അമ്മയാണല്ലേ? അതെ. സുനിലിന്റെ അച്ഛനാണല്ലേ? അതെ. അയ്യോ വേണ്ട മോനെ. തകർക്കളിയാ. എന്നെ മനസ്സിലായല്ലോ. അയ്യോ പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞു? സാരമില്ലെന്നാ പറഞ്ഞേ. ഉറങ്ങാൻ കുത്തിവെച്ചിരിക്കുക. നാളെ എക്സ്റേ എടുക്കും. ഒന്നും വരില്ല. ഈശ്വരൻ നമ്മുടെ കൂടെ. അക്രമത്തെ അക്കൊണ്ട് നേരിടുക എന്നുള്ളതല്ല നമ്മുടെ ന്യായം. ഈ അവസരത്തിൽ നിങ്ങൾ ആരും നിയന്ത്രണം വിട്ടൊന്നും ചെയ്യരുത്. പരാജയഭീതി കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അക്രമത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാൻ നമുക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിതയാണ് നമുക്കുള്ളത്. മദ്യപിച്ച് മതോന്മത്തരായ പ്രതിപക്ഷ പ്രവർത്തകർ നമ്മുടെ വിദ്യാർത്ഥി നേതാവും ഈ നാടിന്റെ പൊന്നോമന പുത്രനുമായ ശ്രീ സുനിൽ 21 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ആ പയ്യനെ തല്ലി ചതച്ച് ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിലും വിവേകം കൈവടിയാതിരിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രതിപക്ഷ സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. മദ്യം വിഷമാണെന്ന് പഠിപ്പിച്ചൊരു സാമൂഹാചാര്യം ജനിച്ച നാടാണിത്. ആളിയം പറഞ്ഞ കറക്റ്റ്. മദ്യം വിഷമാണ്. ഇനിയൊരു പെഗുടടിക്കാൻ വളരെ വിഷമമാണ്. അതെങ്ങനെ? ഇപ്പൊ തന്നെ മൂക്കറ്റമായില്ലേ? ആ കൃഷ്ണകുട്ടി മതി, നീ ഇനി കഴിക്കണ്ട. ഇപ്പൊ തന്നെ ഓവറാ. നോ, ഞാൻ ഓവറല്ല. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, വലിയ ചായൻ നേതാവ്. ബാക്കി എല്ലാ കൂത്തിനും അയാളിൽ കാശുണ്ട്. നമ്മുടെ പ്രചരണത്തിന് ഒരു 2 ലക്ഷം രൂപ ചോദിച്ചപ്പം അയാളിൽ കാശില്ല. പാർട്ടി ഫണ്ട് കാലി. എന്റെ ചങ്ക് തകർത്തളിയും. ഇതാ ഞാൻ പറഞ്ഞത്. നീ ഇരിക്കവിടെ. ദാസേ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. പ്രചരണം തീരാൻ ഇനിയും ഉണ്ട് 5-8 ദിവസം. നമ്മുടെ കയ്യിൽ ഇനി എല്ലാം കൂടി എത്രയുണ്ട് സാബു? ഒരു 10-15,000 രൂപ അവിടെ കാണും. അതുകൊണ്ടൊന്നും ആവില്ലല്ലോ. കുമാർ ഹിയർ. മോർണിംഗ് സർ. യെസ് സർ. കൃഷ്ണദാസിനെ ജയിക്കാനാണ് സാധ്യത. സാറ് വന്നിട്ട് കൊടുക്കാന്ന് കരുതി. ശരി സർ. എത്ര കൊടുക്കണം? 5 lakhs. ദാസേ, വാശിയും വൈരാഗ്യവും ഒക്കെ കാണിക്കാനുള്ള അവസരമല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? CM-ന്റെ കാല് പോയി പിടിക്കണം? കാല് പിടിക്കണമെന്ന് ആര് പറഞ്ഞു? ചീഫ് മിനിസ്റ്റർ ഏതായാലും ഗസ്റ്റ് ഹൗസിലുണ്ട്. അങ്ങേരെ ഒന്ന് പോയി കാണുന്നതിൽ എന്താ തെറ്റ്? അങ്ങേര് ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചാ അത് നടക്കാൻ പോണില്ല. നമ്മൾ ഈ യങ്സ്റ്റേഴ്സിനോട് അങ്ങേർക്ക് അത്ര താല്പര്യമൊന്നുമില്ല. നമ്മൾ ഒട്ടും മോശമൊന്നുമല്ലല്ലോ. കിട്ടുന്നിടത്തൊക്കെ വെച്ച് അങ്ങേർക്കിട്ട് പാര വെക്കാനല്ല നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ് തരാൻ പറ. പാർട്ടിയുടെ പ്രസ്റ്റീജ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഞങ്ങൾ വിൻസെന്റ് ഗോമസൺ കമ്പനിയിലെ ആൾക്കാരാണ്. ഞാൻ കുമാർ, ജനറൽ മാനേജർ. ഇത് അക്കൗണ്ട്സ് ഓഫീസർ മിസ്റ്റർ പീറ്റർ. ഇരിക്കൂ. വിൻസെന്റ് സാർ ഒരു വിദേശ പര്യടനത്തിലാണ്. നാളെ മറ്റന്നാൾ തിരിച്ചു വരും. അദ്ദേഹം എന്നും വിളിച്ചു ചോദിക്കും പ്രചാരണത്തിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇത് ഇലക്ഷൻ ഒന്നുമല്ല, വിജയം സുനിശ്ചിതം. എതിർ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം പോകോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെന്ന്. ഇന്ന് രാവിലെ ഫോൺ ചെയ്തപ്പോൾ അങ്ങേര് പറഞ്ഞു, ആര് ജയിച്ചാലും ശരി തോറ്റാലും ശരി നമ്മുടെ ആള് കൃഷ്ണദാസാണ്, വേണ്ടത് ചെയ്തോളാം. 5 ലക്ഷം രൂപയുണ്ട്.
പോരെങ്കിൽ പറയണം അല്ലേ? അതെ. നിങ്ങൾ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് എത്ര പണം കൊടുത്തു? ഒരു പൈസ കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. ഓ, അയാൾ തോൽക്കാൻ പോകുന്ന ആളല്ലേ? എന്ത് ഓമന പേരിട്ട് വിളിച്ചാലും ശരി, ഇത് കൈക്കൂലിയാണ്. ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് ഭാവിയിൽ ആഭ്യന്തരമന്ത്രിക്ക് നൽകുന്ന കൈക്കൂലി. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ കേരളത്തിലെ പട്ടിണിക്കാരായ പാവങ്ങൾ നൽകുന്ന നികുതി ഉപയോഗിച്ചാണ് ഈ ഇലക്ഷൻ. ഇത് വിജയിക്കാൻ എനിക്ക് കള്ളക്കടത്തുകാരനെയും കരഞ്ഞത്തക്കാരനെയും പണം ആവശ്യമില്ല. പ്രത്യേകിച്ച് വിൻസെന്റ് ഗോമസിനെ പോലുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ബിസിനസ്മാന്റെ പണം. അണ്ടർസ്റ്റാൻഡ്? പോണം, എനിക്ക് വേറെ പണിയുണ്ട്. കാശ് കാശെന്നും പറഞ്ഞ് തൊട്ടനും പിടിച്ചനും ഒക്കെ എന്റെ അടുത്തോട്ട് ഓടി വന്നാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? ഒരു മുഖ്യമന്ത്രിക്ക് അത്രയ്ക്ക് വലിയ ശമ്പളമൊന്നും ഇല്ല മിസ്റ്റർ കൃഷ്ണദാസ്. അറിയാം, നേതാവിന്റെ സ്വന്തം പണമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. പാർട്ടി പ്രസിഡന്റും ഖജാൻജിയും മുഖ്യമന്ത്രിയും എല്ലാം നിങ്ങളല്ലേ? പാർട്ടി ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപയെ ഞാൻ ചോദിച്ചുള്ളൂ. പാർട്ടി ഫണ്ടോ? ഫണ്ടിലൊന്നും തരാൻ കാശില്ല. പാർട്ടി എന്താ വല്ല വ്യവസായം നടത്തുന്നുണ്ടോ? നേതാവേ, ഒരുമാതിരി മൂരാച്ച് വർത്തമാനം പറയരുത്. പാർട്ടിക്ക് ഫണ്ടില്ലെന്നും ദാരിദ്ര്യമാണെന്നും നിങ്ങൾ വേണമെങ്കിൽ പൊതുജനത്തോട് പറഞ്ഞു, അവർ വിശ്വസിക്കും. നമ്മള് ഒരേ കളരി കളിക്കുന്നവരാ. എന്നോട് തന്നെ വേണോ ഇത്? പാർട്ടിക്ക് പണമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ട്. പക്ഷേ ഇലക്ഷൻ എന്നും പറഞ്ഞ് വാരിക്കോരി ചെലവഴിക്കാൻ ഇല്ല. പാർട്ടി ഫണ്ടിൽ എവിടെ നിന്ന് പണം വരുന്നുവെന്ന് നിങ്ങൾ ഇതുവരെ ആവശ്യമുണ്ടോ? വ്യക്തികളും സ്ഥാപനങ്ങളും തരുന്ന ഡൊണേഷൻ, കുറെ കൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ കൈക്കൂലി, അതാണ് പാർട്ടി ഫണ്ട്. നിങ്ങൾ ഇതുവരെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു ഒറ്റ പൈസയെങ്കിലും പിരിച്ചു തന്നിട്ടുണ്ടോ? ഒരുത്തന്നെയും കാല് പിടിക്കാനും കൈക്കൂലി പിരിക്കാനും ഒന്നും എന്നെ കിട്ടില്ല. താൻ ആദർശധീരനാണല്ലോ, തികഞ്ഞ ഗാന്ധിയൻ, മദ്യവിരോധി, പച്ചക്കറി, പൊതുജന മധ്യത്തിൽ. ഇതൊക്കെയാണല്ലോ തന്റെ ഇമേജ്. ഇടോ കൃഷ്ണദാസേ, താനിപ്പോ കയറി വന്ന ഈ വഴിയുണ്ടല്ലോ, അതേ വഴിയിലിടാൻ ഞാനും കയറി വന്നത് 10-30 വർഷം മുൻപ്. ഈ കപട ആദർശത്തിന്റെ ജാടകളൊക്കെ ഞാനും കുറെ കാണിച്ചതാ. പക്ഷേ ഞാനിപ്പോ പഠിച്ചു. എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഞാൻ മാത്രമല്ല, എന്നെ പോലെ തലനിരച്ച പലരും പഠിച്ചു. പാർട്ടിക്ക് ഇന്ന് ഗ്ലാമറുണ്ട്, 10-40 MLA-മാരുണ്ട്, പണമുണ്ട്, മുഖ്യമന്ത്രി പദമുണ്ട്. ഇതൊക്കെ ഇന്ന്. താനും തന്റെ തലമുറയും ഇതേ കണ്ടിട്ടുള്ളൂ. എടോ, 10-15 കൊല്ലം മുമ്പ് 5 MLA-മാരുമായിട്ട് പ്രതിപക്ഷത്തിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. തനിക്കെന്ന് വട്ട് കളിച്ച് കിടക്കുന്ന പ്രായമാ. താൻ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൈക്കൂലി തനിക്ക് തന്റെ കൈകൊണ്ട് വാങ്ങാൻ വയ്യ, ഞാൻ വാങ്ങിച്ച് തനിക്ക് തരണം അല്ലേ? ഓ, കൈക്കൂലി വാങ്ങിയാൽ തന്റെ ഇമേജ് തരുമല്ലോ. തന്റെ ഇമേജ് രക്ഷിക്കാൻ ഞാനും പാർട്ടി നേടണം. ആ, 2 വയസ്സ് എന്നാണല്ലോ അല്ലേ? മതി, വന്ന് ചോദിച്ചത് എന്റെ തെറ്റ്, ക്ഷമിക്കണം. നിൽക്കൂ. നിങ്ങൾക്ക് കുറെയൊക്കെ സ്വാധീനം ഉണ്ടെന്ന് വെച്ച് ഗവൺമെന്റ് മിഷനറി ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കരുത്. പ്രതിപക്ഷം പിന്നെ അതും പൊക്കി പിടിച്ചോണ്ട് നടക്കും. കാണാം. നമ്മളിനി കാണുന്നത് TB-യിലും ഗസ്റ്റ് ഹൗസിലും നിങ്ങളുടെ ബംഗ്ലാവിലും വെച്ചൊന്നും ആയിരിക്കില്ല, അസംബ്ലി വെച്ച്. ബെസ്റ്റ് ഓഫ് ലക്ക്. തനിക്ക് സ്മോൾ വേണോ? വേണ്ട. അത് കറക്റ്റ്. ദാസേ, CM പറഞ്ഞാലും കുറെ കാര്യമുണ്ട്. ചുമ്മാ ആദർശം ഒന്ന് ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശിന് കാശ് വേണ്ടേ? ആ, നിനക്കൊന്നും ഈ കൃഷ്ണദാസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒന്ന് കാണാതെ ഒന്ന് ഞാൻ ചെയ്യോ? പണത്തേക്കാൾ നമുക്കിന്ന് ആവശ്യം ഇമേജാണ്. കൂട്ടുകക്ഷി ഭരണവും ഗ്രൂപ്പ് വഴക്കും തമ്മി തല്ലും അഴിമതി എല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞ് ഭരണം ആകെ നാറിയിരിക്കുക. എത്ര പണം മുടക്കിയാലും ഈ ഒരു അവസരത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ടൊരുത്തൻ ജയിച്ചു വരാൻ പോകുന്നില്ല. അത് മുഖ്യമന്ത്രിക്കും അറിയാം. ജയിച്ചു എന്നാൽ ആഭ്യന്തര വകുപ്പ് ഇരിക്കാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ ജയിക്കാൻ പോകുന്നില്ലെന്നാണ് അങ്ങേരുടെ ധാരണ.
ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സീറ്റ് എന്റെ തലയിൽ കെട്ടിവെച്ച് എന്തിനാണെന്ന് അറിയാമോ? എന്നെ ഒതുക്കാൻ. ഞാൻ ഒതുങ്ങിയാൽ യൂത്ത് വിങ് മുഴുവൻ ഒതുങ്ങുമല്ലോ. അത് കറക്റ്റ്. വിൻസെന്റ് ഗോമസിന്റെ പണം നമുക്ക് വേണ്ട, അവന്റെ കള്ളച്ചാരായം നമുക്ക് വേണം. ആശാൻ എന്ത് വർത്തമാനീ പറയുന്നത്? നല്ല ഒന്നാം തരം സ്കോച്ച് ബിസ്കി നമ്മുടെ മുമ്പിലുള്ളപ്പോ നമുക്ക് എന്തിനാളി അവന്റെ കള്ളച്ചാരായം? എടാ മണ്ട, വിൻസെന്റിന്റെ ചാരായ ലോറികൾ നമ്മൾ നമ്മുടെ പ്രവർത്തകർ ചേർന്ന് പിടിച്ചാൽ നാളത്തെ പത്രത്തിലെ പ്രധാന ന്യൂസ് എന്തായിരിക്കും? നാളെ മുതൽ എന്റെ ഇമേജ് എന്തായിരിക്കും? അളിയാ, നീ ഒന്ന് മന്ത്രിയായിട്ട് വേണം എനിക്കും ഒരു 5-6 അഴിമതി കാണിക്കാൻ. വിൻസെന്റിന്റെ ചാരായ ലോറികൾ വരുന്നുണ്ട്, എല്ലാവരും ജാഗ്രതയായിരിക്കണം. ഈ ആവേശമൊക്കെ ലോറി വരുമ്പോഴും കാണണം. കുളിച്ചിട്ടാ പണ്ട. ആരും മാറരുത്, ആരും മാറരുത്. സംഭവിക്കില്ല. ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു, 11 പേർ ആശുപത്രിയിൽ. താൻ എന്തൊക്കെയാ കാട്ടിക്കൊടുന്നത്? ഇതാണോ താൻ പഠിച്ച രാഷ്ട്രീയം? അതൊക്കെ അങ്ങനെ കിടക്കും. എന്റെ പേരിൽ ഇരിക്കട്ടെ 2-3 രക്തസാക്ഷികൾ. നേതാവും ഇക്കാര്യത്തിലോട്ട് മോശക്കാരനല്ലല്ലോ. പഴയ ലിസ്റ്റ് എടുക്കണോ? ഉണ്ട ചോദ്യം നന്ദി കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രവും തടസ്സമാകരുതെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ. വിൻസെന്റ് ഗോമസ് ആരാണെന്ന് എനിക്കറിയാമോ? അറിയാം. കോടീശ്വരനായ ഒരു മധ്യരാജാവ്, കള്ളക്കടത്തുകാരൻ. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ഉണ്ട്. അയാൾ നമ്മുടെ പാർട്ടി അനുഭാവിയാണ്. പല വിഷമഘട്ടങ്ങളിലും സാമ്പത്തികമായും അല്ലാതെയും പാർട്ടിയെ സഹായിച്ച് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അയാളാണ്. അത് മറക്കരുത്. ഈ പറയുന്ന നിങ്ങൾ തന്നെ സംഭാവനയെന്നും പിരിവെന്നും കോളേജ് ഇലക്ഷൻ എന്നും പറഞ്ഞ് അയാളുടെ പടിവാതിൽ പോയി നിറങ്ങിയിട്ടില്ലേ? കൈ നിറയെ വാങ്ങിയിട്ടുണ്ടല്ലോ. നന്ദി കിട്ടുന്ന ഒരു അതിരൊക്കെ വേണം മിസ്റ്റർ കൃഷ്ണദാസ്. എന്റെ നന്ദിയുടെ ഒക്കെ ഞാൻ നോക്കിക്കോളാം. നേതാവ് ഒരു കാര്യം ചെയ്യും, അടുത്ത അസംബ്ലി കൂടുമ്പോൾ ഒരു ബില്ലങ്ങ് പാസ്സാക്ക്. ചാരായം കള്ളക്കടത്ത് കേരളത്തിൽ നിയമാനുസൃതമാണെന്ന്. ഞാൻ പോകുന്നു, എനിക്ക് വേറെ പണിയുണ്ട്. നാളെ ഇലക്ഷൻ. മേൽപ്പറയപ്പെട്ട കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി വിൻസെന്റ് ഗോമസിന് 2 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലും അനുവാദം കൂടാതെ കോടതിയുടെ അതിർത്തി വിട്ടു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിലും ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു.
വിൻസെന്റ് ഗോമസ്. അതേടാ, വിൻസെന്റ് ഗോമസ്. ഞാൻ അകത്ത് തന്നെ കിടക്കുമെന്ന് ഓർത്തു ഇല്ലേ? ഇതെന്റെ ഇലക്ഷൻ ഓഫീസാണ്. ഇവിടെ നിന്ന് ഷോ കാണിക്കും. കുറച്ച് ഷോ കാണിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്റെ ആൾക്കാർ തന്ന തുക കുറഞ്ഞു പോയോ? നിന്റെ റേറ്റ് ഇപ്പൊ എത്ര? എന്താ വിലയ്ക്ക് വാങ്ങാൻ ഇറങ്ങിയതാണോ? എന്നെ വാങ്ങാനും മാത്രമുള്ള പണം നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല മിസ്റ്റർ വിൻസൻ. ഓഹോ, ഇപ്പൊ എന്റെ പണം നിനക്ക് വേണ്ട അല്ലേ? പിന്നെ എന്തിനാ എന്റെ ലോറിയിൽ പിടിച്ചത്? ആ ലോറികൾ നിറയെ കള്ളച്ചാരമായിരുന്നു. അതൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ലോ കോളേജിലെ പഠിത്തവും കഴിഞ്ഞ് കഞ്ഞിക്ക് വകയില്ലാതെ പാർട്ടി ഓഫീസുകളുടെ തിണ്ണ നിറങ്ങി നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവന്. രാഷ്ട്രീയ വനവാസം. അന്ന് വാളയാർ ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുന്ന എന്റെ ലോറിയുടെ കിളിയായിരുന്നവൻ. പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർ, രാഷ്ട്രീയ സംരക്ഷകൻ. അനാവശ്യം പറയരുത്. പതുക്കെ ഇടിക്കടാ. ഇതൊടിഞ്ഞു പോയാൽ നിനക്ക് നഷ്ടമൊന്നുമില്ല. നഷ്ടം ഞങ്ങൾക്കാണ്. ഈ മേശയും പുറത്തു വെച്ചിരിക്കുന്ന ബോർഡും നീട്ടിരിക്കുന്ന ഷർട്ടും നീ എല്ലാം കഴിക്കുന്ന ആഹാരം പോലും ഞങ്ങളുടെ പണമാണ്. അല്ലെന്ന് പറയാമോ? വിൻസെന്റ് ഗോമസിനെ ചതിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നു. സൂക്ഷിച്ചു. കൃഷ്ണപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എൻ കൃഷ്ണദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തന്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ റവല്യൂഷണറി പാർട്ടിയിലെ ശ്രീ പരമേശ്വരനേക്കാൾ 15,812 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് കൃഷ്ണദാസ് ജയിച്ചിരിക്കുന്നത്. I, Krishnadas C.K. do swear in the name of God do swear in the name of God that I will solemnly execute the functions of the minister and will to the best of my ability the Constitution and the law, and that I will devote myself to the service and well-being of the people of the state of Kerala. ഇപ്പോൾ പന്ത് അവന്റെ കോർട്ടിലാണ്. പ്രോസിക്യൂഷൻ ഭാഗത്തുള്ളത് ക്ലീൻ എവിഡൻസ് ആണ്. നമ്മുടെ ലോറികളിൽ നിന്നും പിടിച്ചെടുത്ത ബില്ലുകളും വ്യാജ പെർമിറ്റുകളും വെങ്കടാചലത്തിന്റെ ഫയലിലുണ്ട്. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം അതവിടെ ഇരിക്കാൻ പാടില്ല. ഇവിടെ വരണം. എന്താ മാർഗം? എന്ത് മാർഗവും സ്വീകരിക്കാം. വകുപ്പ് മന്ത്രിയും സീനിയർ ഓഫീസേഴ്സും എന്നുള്ള ആ അകലം ഇനി നാം തമ്മിൽ ആവശ്യമില്ല. വി ആർ ഫ്രണ്ട്സ്. ഹോം സെക്രട്ടറി, പോലീസ് IG, മിനിസ്റ്റർ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ സാധിക്കും. ഈ നാടിനു വേണ്ടിയും ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടി. Cheers. Cheers. മിസ്റ്റർ വെങ്കടാചലം സർ, വിഷമിക്കണ്ട. ഞാനൊന്ന് നിവർന്നു നിന്നോട്ടെ. അടുത്ത സ്റ്റേറ്റ് അറ്റോർണിയാണ് നിങ്ങൾ. ബി ഹാപ്പി. താങ്ക് യു സർ. വിൻസെന്റ് ഗോമസ്, ഈ നാടിന്റെയും വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെയും പ്രധാന ശത്രു. അവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൂർഖനാണ്. ഈയിടെ ഞാൻ അവനെ ശരിക്കും നോവിച്ചു. പ്രതികാരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കാവും. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്യൂൺ കഴിഞ്ഞ 20 വർഷമായി വെങ്കടാചലത്തോടൊപ്പം ഉണ്ട്. നെക്സ്റ്റ്. ഇതൊരു അസിസ്റ്റന്റ് തോമസ്. ലോ പാസ്സായിട്ട് 3 വർഷമായി. 2 വർഷമായി. നെക്സ്റ്റ്. ആൻസി, മറ്റൊരു അസിസ്റ്റന്റ്.
വെങ്കടാചലത്തിനോടൊപ്പം ചേർന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഒരു കുട്ടിയുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. എന്നിട്ട് അനാഥ മന്ദിരത്തിലാണ് വളർന്നത്. ഇവിടെ ഹൗസിംഗ് കോളനിയിൽ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പൊ താമസം. ഇവൾ ഇപ്പോൾ എവിടെ ഉണ്ട്? അവൾ വളർന്ന അനാഥ മന്ദിരത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണിന്ന്. അവിടെ പോയിരിക്കുകയാണ്.